നമ്മൾ ആദ്യം ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. എറണാകുളത്ത് നിന്നാണ് ആ റിപ്പോർട്ട് വരുന്നത്. എറണാകുളം ജില്ല ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഞ്ഞപ്പിത്ത ഭീതിയിലാണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് ഒരു മാസത്തിനിടെ 95 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. 10 ദിവസത്തിനിടെ ജില്ലയിൽ 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. രണ്ടാഴ്ചക്കിടെ 30ഓളം പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്ത കളമശ്ശേരിയിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ശ്രീകാന്താണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, ഓരോ ഇടവേളകളിലും എറണാകുളത്ത്, കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്ത ബാധ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ചില ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നേരത്തെ DLF ഒക്കെ അതിന്റെ കേന്ദ്രമായിരുന്നു. ഇപ്പോൾ കളമശ്ശേരിയിലാണ് പുതിയ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ കുറച്ച് സങ്കീർണമാണ് കാര്യങ്ങൾ എന്നാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന വിവരം. എന്താണ് അവിടുത്തെ രോഗബാധയുടെ ഉറവിടം? അത് കണ്ടെത്തിയിട്ടുണ്ടോ? പരിഹാര വഴികൾ അതിലേക്ക് പോയിട്ടുണ്ടോ ആരോഗ്യവകുപ്പ്? വിജയകുമാർ, പൊതുജനത്തെ നേരിട്ട് ബാധിക്കുന്ന, അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത്. കുറച്ച് നാളുകളായി ഈ മഞ്ഞപ്പിത്ത ബാധ എറണാകുളം ജില്ലയിൽ ആകമാനം വ്യാപകമായിട്ടുണ്ട്. നേരത്തെ പെരുമ്പാവൂരിൽ ഏതാണ്ട് 4-5 പേർ മരിക്കാനിടയായ സാഹചര്യം പോലും ഈ മഞ്ഞപ്പിത്ത ബാധ മൂലമുണ്ടായി. ഒരു പഞ്ചായത്തിൽ മുഴുവൻ വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം, അത്രയധികം പേർക്ക് രോഗബാധ ഉണ്ടാവുകയും ചെയ്തു. നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 95 പേർക്ക് ഈ ഒരു മാസത്തിനിടെ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. പെരുമ്പാവൂരിലും തൃപ്പൂണിത്തുറയിലുമായി 10 ദിവസത്തിനിടെ 2 പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുണ്ട്. കളമശ്ശേരി HMT കോളനി, കുറുപ്ര, മറ്റക്കാട്, പെരിങ്ങഴ പ്രദേശങ്ങളിലാണ് രോഗവ്യാപനം കൂടുതലെന്നാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. രോഗബാധിതരായവരിൽ 18 പേരാണ് ഒരാഴ്ചക്കിടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഔദ്യോഗിക കണക്കിൽ പെടാത്തവരുടെ എണ്ണം ഇനിയും കൂടും എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമുണ്ട്. 2 പേരുടെ നില ഇപ്പോൾ ഗുരുതരമാണ്. HMT കോളനി വാസികളായ നാസർ, റഫീഖ് എന്നിവരാണ് ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ആരോഗ്യ വിഭാഗം. മന്ത്രി P രാജീവ് നേരിട്ട് DMOയോട് റിപ്പോർട്ട് തേടിയിരുന്നു. അപ്പോഴും വിജയകുമാർ, ഒരു പ്രശ്നമുള്ളത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഈ മലിനജലം ഉപയോഗിക്കുന്നുണ്ടോ? ഈ കളമശ്ശേരി HMT മേഖലയിലെ ചില ജ്യൂസ് കടകളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തെക്കുറിച്ച് വ്യാപക പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു. അവിടെ പരിശോധനയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഫൈൻ ഈടാക്കും, വീണ്ടും അവർ തുറക്കുകയും അതുപോലെ തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ചകളും കാണാൻ സാധിക്കുമായിരുന്നു. ഇനി അതാണോ എന്നൊരു സംശയമുണ്ട്. ഉറവിടം കൃത്യമായി ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമം തുടരുന്നുണ്ട്. മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. DMOയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ കിണറുകൾ മലിനമായത് രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട് എന്നൊരു ആശങ്ക ഉയരുന്നുണ്ട്. കളമശ്ശേരി മേഖലയിലെ ഞാൻ നേരത്തെ പറഞ്ഞ ജ്യൂസ് കടകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന ഇതിനോടകം. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ വെള്ളത്തിലൂടെ പകരുന്ന പശ്ചാത്തലത്തിൽ ഉറവിടം കണ്ടെത്തുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അതിൽ ഈ ജ്യൂസ് കടകളുണ്ട്, അതുപോലെ കിണർ വെള്ളമുണ്ട്. എവിടെയാണ് ഈ രോഗം കലർന്നിട്ടുള്ളത്, പടർന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകളിലേക്ക് വേഗത്തിൽ പോകേണ്ടതുണ്ട്. എന്തായാലും കളമശ്ശേരി മേഖലയിൽ കുറച്ച് കാര്യങ്ങൾ ഗുരുതരമാണ്, സങ്കീർണമാണ് എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ സമാനമായ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ കൊതുകാണ് പ്രശ്നം. ശാപമോക്ഷത്തിനായി കാത്തുകിടക്കുന്ന ഒരു കനാലുണ്ട് എറണാകുളം പൊന്നുരുന്നി ഈസ്റ്റ് പുഞ്ചത്തോട്. മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് നിലച്ച പുഞ്ചത്തോടിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വലിയ ദുരിതത്തിലാണ്. കൊതുക് ശല്യത്താൽ വീർപ്പുമുട്ടിയിരിക്കുകയാണ് ഇവിടെ പ്രദേശവാസികൾ. അങ്കണവാടിക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോടുമൊക്കെ ചേർന്നാണ് ഈ തോട് ഇങ്ങനെ മാലിന്യം നിറഞ്ഞ് കൊതുകുകൾ കൊണ്ട് നിറഞ്ഞൊഴുകുന്നത് എന്നതാണ് ഇവിടുത്തെ ദുരവസ്ഥ. ആ റിപ്പോർട്ട് കാണാം. തെളിനീരായി ഒഴുകിയിരുന്ന തോട് പിന്നീട് മനുഷ്യന്റെ ക്രൂരതയുടെ മറ്റൊരു മുഖമായി മാറിയ പുഞ്ചത്തോട്. ഈ കൈകൾ ചൂണ്ടുന്നത് പുഞ്ചത്തോടിന് നേരെയല്ല, പുഞ്ചത്തോടിനെ മലിനമാക്കിയ മനുഷ്യന് നേരെയാണ്. കൊച്ചിൻ കോർപ്പറേഷൻ 46, 48 ഡിവിഷനിലൂടെയാണ് പുഞ്ചത്തോട് ഒഴുകുന്നത്. കൃത്യമായി പറഞ്ഞാൽ പൊന്നുരുന്നി ഈസ്റ്റ് റോഡ്. ഒരു കാലത്ത് തെളിനീരായി ഒഴുകിക്കൊണ്ടിരുന്ന പുഞ്ചത്തോട് ഇന്ന് കൊതുകുകളുടെ വിഹാര കേന്ദ്രമാണ്. സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും ഒഴുക്കിവിടുന്ന മാലിന്യമെല്ലാം ചെന്നടിയുന്നത് ഇവിടെയാണ്. തോടിനോട് ചേർന്നാണ് അങ്കണവാടിയുള്ളത്. 15ലധികം കുട്ടികളുണ്ട്. കൊതുകിന്റെ ശല്യം മൂലം പലരും അങ്കണവാടിയിൽ വരാറില്ല. വരുന്ന പലർക്കും ശ്വാസതടസ്സവും മറ്റു രോഗങ്ങളും. പലതവണ പരാതിപ്പെട്ടിട്ടും വേണ്ട നടപടിയെടുക്കുന്നില്ലെന്നും കുട്ടികളെ വിടാൻ ഭയമാണെന്നും മാതാപിതാക്കൾ. കാണുന്ന കാലം തൊട്ട് ഇങ്ങനെ കിടക്കണേ.
അപ്പോൾ കൊതുകിൻ്റെ ശല്യമുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട്, അംഗൻവാടി അടുത്തുള്ളത് കൊണ്ടും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനാക്കി ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ച് അംഗൻവാടി അടുത്തുള്ളത്. പക്ഷെ ഇന്ന് വരെ അതിനുള്ളൊരു നടപടി എടുത്ത് കാണുന്നില്ല. അങ്കണവാടിയോട് ചേർന്നാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമുള്ളത്. 100-ലധികം കുടുംബങ്ങളാണ് പൊന്നുരുന്നി ഈസ്റ്റ് റോഡിൽ പുഞ്ചത്തോടിന് സമീപത്ത് താമസിക്കുന്നത്. ഇരുട്ടിയാൽ കൊതുകിന്റെ ശല്യം, കാറ്റൊന്നടിച്ചാൽ ദുർഗന്ധവും. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പുഞ്ചത്തോടിന്റെ ശാപമോക്ഷത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുരുന്നുകളും. പുഞ്ചത്തോട് കേഴുകയാണ് തെളിനീരായി ഒഴുകാൻ വേണ്ടി. പക്ഷേ ആ കരച്ചിൽ ആരും കണ്ടഭാവം നടിക്കുന്നില്ല എന്ന് മാത്രം. കാണണം, കണ്ടിരിക്കണം. ക്യാമറാമാൻ അനന്തു പി നായറിനൊപ്പം അൻമരിയ സമി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഈ പ്രദേശത്തിന്റെ ദുസ്ഥിതിക്ക് എന്നാണ് ഒരു പരിഹാരം ഉണ്ടാകുക എന്നാണ് ഇവിടുള്ള ആളുകൾ ചോദിക്കുന്നത്. നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ ഇവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ അംഗനവാടിയിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, പിന്നെ ഹെൽത്ത് മോളിലുണ്ട്. ഒരുപാട് കൊതുക് ശല്യമെല്ലാം ഉള്ളത് കൊണ്ട് എല്ലാം വൃത്തിയാക്കണത് തന്നെയായിരിക്കും നല്ലത്. ഈ വൃത്തിയുടെ അങ്ങോട്ട് മാറി കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും നല്ലതല്ലേ. പിന്നെ രോഗികളായി തീരണത് നല്ലത്. നമുക്ക് ആ വേസ്റ്റ് എല്ലാം മാറ്റി ഒഴിവാക്കണത് ഏറ്റവും നല്ലത്. കൊതുക് അധികം ആകുമ്പോഴത്തേക്കും മറ്റുള്ള അസുഖങ്ങൾ, ഡെങ്കിപ്പനി പോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ നല്ല സാധ്യതയുള്ളതാണ്. ചെയ്യുന്നില്ല. അഴുക്ക് ദുർഗന്ധവും കൊണ്ടും കൊതുക്, ഈച്ച ഇതെല്ലാം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികളാണ് ഇവിടെ ഇരിക്കണമെന്നുള്ള ഓർമ്മ പോലും അധികാരികൾക്കില്ല. അതുപോലെ തന്നെ ആശുപത്രി, അതിൻ്റെ മുകളിലാണ് ആശുപത്രി പണിത് വെച്ചേക്കണേ. 100ഓളം വീടുകളാണ് ഇതിൻ്റെ പരിസരത്ത് തിങ്ങിപ്പാർക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേണ്ട വിധത്തിൽ ജനപ്രതിനിധികളെ ഈ വിവരങ്ങൾ 1 വർഷം മുമ്പ് ഈ തോടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിഷേധം നടത്തിയായിരുന്നു. പക്ഷേ അവർ അത് ചെയ്യാം വാഗ്ദാനങ്ങൾ തന്ന് പോകുന്നല്ലാതെ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. അധികാർ കണ്ണു തുറക്കണില്ലല്ലോ. വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. വന്ന് ഉദ്ഘാടനം ചെയ്യും, പിന്നെ അങ്ങനെ ഇട്ട് പോകും. ഇതൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ഒരു നാട് രോഗാതുരമാകുന്നത് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ കൊതുക് നിറഞ്ഞ, മാലിന്യം നിറഞ്ഞ ഈ തോടും ഈ പരിസര പ്രദേശങ്ങളും നമ്മളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഒരു ഇടപെടൽ അടിയന്തരമായി അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാന വിവരം ഇപ്പോൾ വരുന്നത് മലപ്പുറം കോട്ടക്കലിൽ BMW കാർ ഉടമയുടെ പിതാവ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി നഗരസഭയുടെ പരിശോധനാ റിപ്പോർട്ട്. 7-ാം വാർഡിൽ മാത്രം 27 പേരാണ് ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നത്. PF പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെത് 235 ചതുരശ്ര മീറ്റർ വീട്, AC വീട്ടിലുണ്ട് എന്നുള്ളതാണ്. പഴയ വീടാണ്. പിന്നെ മകൻ്റെ പേരിലാണ് ആ കാറുള്ളത്. മകൻ്റെ പേരിലാണ് കാറുള്ളത്. പിന്നെ മകന് എറണാകുളത്ത് താമസമാണ്. അപ്പോൾ മകന് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ട്, വീട്ടിൽ AC ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു അനർഹനായിട്ട് ഉള്ള മാനദണ്ഡം, കണ്ടെത്തിയ മാനദണ്ഡം 42 പേരെയാണല്ലോ നമുക്ക് പിന്നെ ഈ ഒരു ആരോപണം വന്നത്. അപ്പോൾ 7-ാം വാർഡിലുള്ള 42 പേരുടെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ളത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. സമീർ, 2500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട്, 2 AC, കാറുള്ളത് എറണാകുളത്തെ മകന്റെ പേരിൽ. അങ്ങനെ അനധികൃതമായി ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ വിവരങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടുമല്ലേ? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ധനകാര്യ വകുപ്പിന്റെ കണ്ടെത്തലിൽ കോട്ടക്കൽ നഗരസഭാ പരിധിയിൽ കൂടുതൽ ആളുകൾ ഈ അനർഹമായി പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടക്കൽ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കോട്ടക്കൽ നഗരസഭയിലെ 7-ാം വാർഡിൽ 42 പേരിൽ 27 പേരും അനർഹമായി ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള കണ്ടെത്തൽ നഗരസഭ നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BMW കാറുള്ള ഒരു വീട്ടിലും ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നതാണ്. അതിൽ ഈ കാറുള്ളത് മകന്റെ പേരിലാണ്. അദ്ദേഹം ഡോക്ടറാണ്, ഈ എറണാകുളത്താണ്. ഈ മകന്റെ പിതാവാണ് ഇത്തരത്തിൽ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് എന്നുള്ളതാണ് ഈ നഗരസഭ കണ്ടെത്തിയിരിക്കുന്നത്. ഈ BMW കാർ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, 2500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് ഇവർക്കുള്ളത്. അതിൽ 2 AC-യും ഉണ്ട് എന്നുള്ളതാണ്. ഇവയെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ഇവർക്ക് 2 റേഷൻ കാർഡല്ല, മറിച്ച് ഒരൊറ്റ റേഷൻ കാർഡാണ്. അതുകൊണ്ട് തന്നെ അനർഹമാണ് എന്നുള്ളതാണ് കോട്ടക്കൽ നഗരസഭ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞു എന്നതാണ്. ഏതായാലും
കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിൽ മാത്രം ഒരു കൂട്ടം ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. നഗരസഭ നടത്തിയ അന്വേഷണത്തിലും ഇത് സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ നിലവിൽ നഗരസഭയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യെസ്, വളരെ ഗൗരവമുള്ള വിവരങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെൻഷൻ അനധികൃതമായി കൈവശം അല്ലെങ്കിൽ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അവർക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് പോകുന്നുണ്ട്. തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ, സസ്പെൻഷൻ അടക്കമുള്ള വകുപ്പ് തല നടപടിക്ക് അപ്പുറത്തേക്കുള്ള ചില നടപടികളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നത്. 7ാം വാർഡിൽ ഇപ്പോൾ ഈ മലപ്പുറത്ത് കോട്ടക്കലിൽ BMW കാർ ഉടമയുടെ പിതാവ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. നഗരസഭയുടെ 7ാം വാർഡിൽ 27 പേരാണ് അവിടെ അനധികൃതമായി പണം കൈപ്പറ്റുന്നത് എന്ന വിവരം കൂടി ഇപ്പോൾ ഔദ്യോഗികമായി വരുന്നുണ്ട്. എറണാകുളം ഉദയംപേരൂർ കണ്ടനാട് ഗവൺമെന്റ് JB സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണു. പ്രീ പ്രൈമറി അംഗൻവാടി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കെട്ടിടമാണ് തകർന്നത്. അപകട സമയത്ത് കുട്ടികളില്ലാത്തതിനാൽ ഒഴിവായത് വലിയ ദുരന്തമാണ്. വിഷയത്തിന്റെ ഗൗരവം പഞ്ചായത്ത് അധികൃതർ നേരത്തെ അറിയിച്ചില്ല എന്നാണ് സ്ഥലം MLA കെ ബാബു പറയുന്നത്. മഴക്കാലത്തെ ഈ സ്കൂളിന്റെ ദുരവസ്ഥ നേരത്തെ 24 വാർത്തയാക്കിയിരുന്നതാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് നടുക്കം വിട്ടു മാറിയിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചിന്തിക്കുന്നത് എൻ്റെ മക്കളുടെ വിചാരമാണ് എനിക്കുള്ളത്. ഞാൻ പോയാലും എൻ്റെ മക്കളെ കുഞ്ഞുങ്ങളെ അവരോട് ഞാനിത് സമാധാനം പറയുന്നുള്ള ചിന്തയായിപ്പോയി എനിക്ക്. പിണറായി സർക്കാരിന്റെ പദ്ധതികളിലെ നാഴികക്കല്ലായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് എറണാകുളം ഉദയംപേരൂർ കണ്ടനാട് സ്കൂൾ ഇങ്ങനെ നിലംപതിച്ച് കിടക്കുന്നത്. 24-ന് പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലൂടെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ വാർത്തയാക്കിയിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലോ നടപടികളോ ഉണ്ടായില്ല എന്ന് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ഈ വലിയൊരു അപകടത്തിന്റെ ഞെട്ടിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല ഇവിടെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും. ഇന്ന് രാവിലെ 9:30 സംഭവം. ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിന് അധീനതയിലാണ് കണ്ടനാട് ഗവൺമെന്റ് JBS. കാലങ്ങളായി തുടങ്ങിയതാണ് ഇവിടുത്തെ ദുരവസ്ഥ. മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പലതവണ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. പ്രീ പ്രൈമറി ക്ലാസ്സുകളും അംഗൻവാടിയുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 9 വിദ്യാർത്ഥികളാണുള്ളത്. അപകട സമയത്ത് വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഒഴിവായത് വലിയ ദുരന്തം. മഴവെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അല്ലാതെ ബിൽഡിങ്ങിൻ്റെ സീലിംഗ് ഒന്നും വീഴാനുള്ള സാധ്യതയില്ല. ബിൽഡിംഗ് പഴയതായിരുന്നു, വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളം ജീർണാവസ്ഥയിലാണെന്നുള്ളത് നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല. വിഷയത്തിന്റെ ഗൗരവം പഞ്ചായത്ത് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നില്ല എന്ന് സ്ഥലം MLA കെ ബാബു. ഇത് പഞ്ചായത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനമാണ്. എനിക്ക് ഇവിടെ കെട്ടിടം പണിയണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചുകൊണ്ടോ ഒരു നിവേദനം ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. പഞ്ചായത്തിന് മുന്നിൽ വിഷയമുണ്ടായിരുന്നുവെന്നും അറ്റകുറ്റപ്പണികൾക്കായുള്ള പദ്ധതികളിലൂടെ കടന്നു പോവുകയായിരുന്നുവെന്നും ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അംഗൻവാടിക്കാണെങ്കിൽ വേറെ കെട്ടിടമില്ല, അപ്പോൾ തൽക്കാലം അവിടെ ഒന്ന് പ്രവർത്തിച്ചതാണ്. അത് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു ഇപ്പുറത്തൊരു കെട്ടിടം ആവശ്യത്തെ കിടപ്പുണ്ടല്ലോ, അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ കാര്യമാണെന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ ദുരവസ്ഥയും പ്രതിസന്ധിയും റിപ്പോർട്ട് ചെയ്തു. ഒരു നടപടിയും ഉണ്ടായില്ല. അവസാനം അത് തകർന്നടിയുന്ന സാഹചര്യമുണ്ടായി. ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഉണ്ടായിരിക്കുന്ന ഒരു ബസ് പ്രവർത്തിക്കുന്നില്ല. സ്കൂളിൻ്റെ പരിസരം ആകമാനം ശോചനീയാവസ്ഥയിൽ കിടക്കുന്നു. പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല. ഫിറ്റ്നസ് പഞ്ചായത്തിൻ്റെ കൊടുത്തിട്ടെന്നാണ് പറയണത്. ഈ ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് കൊടുത്താലത്തെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ സംഭവിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വാർഡുകളിൽ ഇതുപോലുള്ള സ്കൂളുകൾ ഇനിയും ധാരാളം ഇരിപ്പുണ്ട്. അപ്പോൾ നാളെ അവിടെയും ഇതുപോലുള്ള ദുരന്തങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഉചിതമായ നടപടികൾ ഉടനടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് നൽകുന്ന ഉറപ്പ്. കെട്ടിടം പൂർണ്ണമായും പൊളിക്കും. സ്ഥലത്ത് പ്ലേ ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള ആലോചനയിലാണ് അധികൃതർ. അപകടത്തിന് പിന്നാലെ പ്രസിഡന്റ് സ്ഥലത്തെത്തി, MLA എത്തി, മറ്റ് ജനപ്രതിനിധികളെല്ലാം തന്നെ എത്തി. ഇവർ ഇനി വന്നിട്ട് പോയാൽ മാത്രം പോരാ, എത്രയും വേഗം നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യം മാത്രമാണ് ഇവിടെ നിന്നും ഉയർന്നു വരുന്നത്. അത് ഉണ്ടാകട്ടെ. ക്യാമറാമാൻ AS അഭിജിത്തിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ.
കഴിഞ്ഞ മഴക്കാലത്ത് ഈ സ്കൂളിന്റെ ദുരവസ്ഥ 24 റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്തിയതാണ്. പക്ഷേ ഒരു ഇടപെടലും ഉണ്ടായില്ല. അന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത്രയും വഷളാകാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ അത്തരമൊരു ഇടപെടൽ ഉണ്ടായില്ല. ജനങ്ങൾക്ക് എന്താണ് കൂടുതലായി പറയാനുള്ളതെന്ന് കേൾക്കാം. എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി ഇന്നത്തെ രക്ഷപ്പെടലിൽ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല സംഭവിച്ചത്. കൊച്ചുങ്ങളാരുമില്ല. ഇവിടുത്തെ പിള്ളേർ 1 തൊട്ട് 4 വരെയുള്ള പിള്ളേർ പ്രയാറിന് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ആ കെട്ടിടം വീണ് കിടക്കുന്നത്. സ്കൂളിൻ്റെ ഉള്ളിൽ സീലിംഗ് ആണ്, അതുകൊണ്ട് ഉള്ളിലുള്ള ഈ പട്ടികയുടെയും കഴുക്കൊണ്ടിൻ്റെയും ദ്രവീകരണം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നില്ല. പിന്നീട് എല്ലാ വർഷവും മെയിൻ്റനൻസിന് വേണ്ടി ഫണ്ട് വയ്ക്കാറുള്ളതാണ്. ഇത്തവണ ഈ മേൽക്കൂരയ്ക്ക് വേണ്ടി ഫണ്ട് വെച്ചിട്ടുള്ളതാണ്. അത് പഞ്ചായത്തിലെ എല്ലാ LP സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ദ്രവിച്ച പട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. 150 വർഷം പഴക്കമായിട്ടുള്ള കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. പഞ്ചായത്ത് പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടില്ല. അത് വലിയ അലംഭാവം തന്നെയാണ്. ആ അലംഭാവം തീർച്ചയായിട്ടും അവഗണിക്കാൻ കഴിയുന്നതല്ല. അതിന് മറുപടി പറയേണ്ടി വരും. ധാരാളം പ്രേക്ഷകർ ഈ വാർത്തയ്ക്ക് ശേഷം അവരുടെ പ്രതികരണം അറിയിക്കുന്നുണ്ട്. തെല്ലുരോക്ഷത്തോടെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. മിനി ബാബു പറയുന്നു, ഒരു കാര്യവും ആർക്കും ശ്രദ്ധിക്കാൻ നേരമില്ല, കുട്ടികളുള്ള സമയത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചോദിക്കുന്നു. അതുതന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. വസന്തകുമാരി പറയുകയാണ്, ദൈവമാണ് ആ കുട്ടികളെ കാത്തത് എന്നത്. മോഹൻ പറയുന്നത് അങ്ങേറ്റം ഷോക്കിംഗ് ആയൊരു വിവരമാണ്. ഇത്രയും വാർത്ത പുറത്തു വന്നിട്ടും അതിലൊരു ഇടപെടലും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നപ്പോൾ ഇതിന് സമാനമായി പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി കെട്ടിടങ്ങൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുണ്ട്, സ്കൂളുകൾ അടക്കമുണ്ട്. അതിലൊക്കെ ഇടപെടൽ വേണമെന്നുകൂടിയാണ് പല പ്രേക്ഷകരും ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നാടിനെ നടുക്കിയ അപകടത്തിൽപ്പെട്ട് മരിച്ച നവദമ്പതികൾ അടക്കമുള്ള 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ കിലോമീറ്ററുകൾക്കപ്പുറം പുരോഗമിക്കുന്നതിനിടയിലും അന്ന് അപകടം നടന്ന മുറിഞ്ഞകല്ലിൽ വീണ്ടും വാഹനാപകടമുണ്ടായി. ബൈക്കിൽ ടിപ്പർ ഇടിച്ചുണ്ടായ അപകടത്തിൽ തമിഴ്നാട് സ്വദേശിയായ ശബരിമല തീർത്ഥാടകനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തിന്റെ ബുള്ളറ്റ് ലോറിക്കടിയിലേക്ക് പോയെങ്കിലും തമിഴരശൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ രക്തക്കറ മായുന്ന ലക്ഷണമില്ല. ഞായറാഴ്ച നവദമ്പതികളടക്കം 4 പേരുടെ മരണം കണ്ട് മലയാളി പകച്ചുപോയതാണ്. പക്ഷേ അതിന് തൊട്ടടുത്ത ദിവസവും ഒരു അപകട മരണമുണ്ടായി. പരിശോധനകൾ കർശനമായി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ വാഹനം ഓടിക്കുന്നവർ കൂടി ശ്രദ്ധിക്കണം എന്നതാണ് ഓരോ അപകടങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നുണ്ടായ അപകടം ഇങ്ങനെ. ശബരിമല ദർശനത്തിന് പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശി തമിഴരസൻ റോഡിലേക്ക് വീഴുകയായിരുന്നു. തമിഴരസന്റെ ബുള്ളറ്റ് നേരെ ലോറിക്കടിയിലേക്ക് പോയെങ്കിലും ഇയാൾക്ക് കാലിന് നിസാര പരുക്ക് മാത്രമേയുള്ളൂ. വാഹനങ്ങളുടെ വേഗം കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കറുകളും സൈൻ ബോർഡുകളും അടക്കം വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് ജനപ്രതിനിധികളടക്കം ആവശ്യപ്പെടുന്നുണ്ട്. മുറിഞ്ഞകൽ ജംഗ്ഷനിൽ അപകടങ്ങൾ കുറയ്ക്കാനായി സ്ഥിരം സംവിധാനം ഒരുക്കണമെന്നും ഒരു ഭാഗത്ത് ആവശ്യമുയരുന്നു. അപകടങ്ങളും അപകട മരണങ്ങളും ഉണ്ടാകുമ്പോഴുള്ള പരിശോധനകൾ മാത്രം പോരാ, അത് കൃത്യമായി നടപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും കഴിയണം. എന്നാൽ മാത്രമേ ഇത് കുറയ്ക്കാനാകൂ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ നമ്മൾ കണ്ട സ്കൂൾ കെട്ടിടത്തിന്റെ റിപ്പോർട്ടിനോട് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യൻ എന്ന ഐഡിയിൽ നിന്നൊരു പ്രേക്ഷകൻ പറയുകയാണ്, തൃപ്പൂണിത്തുറ RLV പ്രൈമറി സ്കൂളിന്റെ മേൽക്കൂര തകരപ്പാട്ടയാണ്, അവിടെ ഇരുന്ന് എങ്ങനെ കുട്ടികൾ പഠിക്കും എന്ന് ചോദിക്കുന്നു. അതുപോലെ തൃപ്പൂണിത്തുറയിൽ ഇതുപോലെ പഴക്കമുള്ള സ്കൂൾ കെട്ടിടങ്ങൾ വേറെയും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് രവികുമാർ PB പറയുന്നത്. ഇതുപോലെ ഇത്തരം കൂടുതൽ കെട്ടിടങ്ങളുടെ, സ്കൂൾ കെട്ടിടങ്ങളുടെ, സർക്കാർ ഓഫീസുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ചുള്ള കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് അത്തരം വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. കേരളത്തിൽ റോഡ് അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. തൃശ്ശൂരിൽ കോടികൾ മുടക്കി നവീകരിച്ച റോഡരികിൽ അപകടം വാവിളർന്ന് കിടക്കുകയാണ്. നുലഞ്ഞാൽ 1.5 അടി താഴ്ചയിലേക്ക് എന്നതാണ് കുറുക്കഞ്ചേരി കുറുപ്പം റോഡിൽ യാത്ര ചെയ്യുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. അമ്പേ തകർന്ന റോഡ്. ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് ആ റോഡൊന്ന് നവീകരിച്ചത്. പക്ഷെ നവീകരണം സമ്മാനിച്ചതാകട്ടെ ജീവൻ അപഹരിക്കുന്ന അപകടക്കെണിയും. സെപ്റ്റംബറിലാണ് കൂർക്കഞ്ചേരി കുറുപ്പൻ റോഡ് നിർമ്മാണം ആരംഭിച്ചത്.
പണി പൂർത്തിയായ ഒന്നാം ഘട്ടം കൂർക്കഞ്ചേരി മുതൽ മെട്രോ ജംഗ്ഷൻ വരെ കഴിഞ്ഞ ദിവസം തുറന്നു നൽകി. ഈ ഭാഗത്തെ റോഡരികാണ് നിരപ്പിൽ നിന്ന് ഉയർത്താത്തതിനാൽ ഇപ്പോൾ അപകടക്കെണിയായി മാറിയത്. പഴയ റോഡിനേക്കാൾ 1.5 മുതൽ 2 അടി വരെയാണ് ഈ റോഡ് ഉയർത്തിയത്. 7 മീറ്റർ വീതിയുള്ള റോഡിലൂടെ 2 വലിയ വാഹനങ്ങൾ വന്നാൽ പരസ്പരം വഴിമാറാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആഴമേറിയ റോഡരികിലേക്ക് വീഴുമെന്ന ആശങ്കയിലാണ് വാഹനം ഓടിക്കുന്നവർ. ഇരുചക്ര വാഹന യാത്രക്കാരും ഭയന്നാണ് യാത്ര ചെയ്യുന്നത്. ഓവുചാലും റോഡും തമ്മിലും ഇതേ വ്യത്യാസമാണ്. നിലവിൽ പണി പൂർത്തിയായ ഭാഗത്ത് പഴക്കമേറിയ കോൺക്രീറ്റ് ചെയ്ത നിരത്തുണ്ട്. എന്നാൽ ഇതിനു മുകളിലാണ് റോഡ് ടാർ ചെയ്തത്. ഈ ഭാഗം നീക്കം ചെയ്യാതെ അതിനു മുകളിൽ പുതിയ കോൺക്രീറ്റ് ചെയ്തതാണ് റോഡിന്റെ ഉയരം വർദ്ധിക്കാൻ ഇടയാക്കിയത്. റോഡ് കോൺക്രീറ്റ് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഈ സൈഡിൽ കാണുന്ന ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റാണ് പ്രശ്നം. ഏത് സമയവും 2 വീലറും മറ്റുള്ള വാഹനങ്ങളും സൈഡിലോട്ട് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഈ ലെവലിൽ ഇവിടം വരെ ഈ ലെവലിൽ പൊക്കണം, ഇല്ലെങ്കിൽ അപകടം ഉറപ്പാണ്. ഓവുചാൽ റോഡിന്റെ നിരപ്പിൽ ഉയർത്തിയ ശേഷം പാർശ്വഭാഗം നന്നാക്കി റോഡ് തുറന്നു കൊടുക്കേണ്ടിയതിനു പകരം തിരക്കിട്ട് കോർപ്പറേഷൻ തുറന്നു കൊടുത്തതിൽ യാത്രക്കാരും പ്രതിപക്ഷവും വിയോജിപ്പുമായി രംഗത്തെത്തി. 3 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തിയാക്കുമെന്നതായിരുന്നു തൃശൂർ കോർപ്പറേഷന്റെ പ്രഖ്യാപനം. ഫെബ്രുവരി മാസത്തിൽ 2ാം ഘട്ടവും മാർച്ച് അവസാനത്തോടെ 3ാം ഘട്ടവും. പക്ഷേ അതുവരെ ഇവിടെ പതിയിരിക്കുന്ന അപകടങ്ങൾക്ക് മാത്രം എന്തു പരിഹാരമെന്നതിൽ ഉത്തരമില്ല. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന നാട്ടുകാർക്ക്, പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. റോഡ് ഇത് ഈ ഫുട്പാത്ത് ഉയർത്താത്തോളം കാലം അപകടമാണ്. ഫുട്പാത്ത് ഇട്ടില്ല, അത് അതിനെക്കാളും ഒരു 4 ഇഞ്ചെങ്കിലും പൊങ്ങി നിൽക്കണം. വള്ളി തട്ടും കയറി മറയും. ഇതൊന്ന് ശരിയാക്കണം. നമ്മൾ ഇതിലേ വരുമ്പോണ്ട് മൂക്ക് കുത്തി ഇതിലേ വീണ കാലും കയ്യും ഞങ്ങളുടെ പോവും. അത്രയ്ക്കുള്ളോ. ഞങ്ങൾക്ക് കിടക്കണ്ടില്ലേ വണ്ടികൾ പോണത്. നിർത്തില്ല, എത്ര നേരം നിൽക്കണം എന്നറിയോ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രവിയാണ് ചില പരാതികൾ, ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ചേരുന്നത്. രവി, നമസ്കാരം. എവിടെ നിന്നാണ് താങ്കൾ വിളിക്കുന്നത്? എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പഞ്ചായത്ത് റോഡാണ്. 2017 ഈ റോഡ് ശരിയാക്കിയതാണ്. എവിടെയാണ്? കൊടുങ്ങല്ലൂർ റൂട്ട് മാള. ആ റൂട്ടില് തന്നെ ഒരു അത്തിക്കടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കൊയ്യ പഞ്ചായത്ത്. ആ റോഡ് പൊളിഞ്ഞിരുന്നിട്ട് ഇപ്പൊ 2017 ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പൊ പകുതി മഴ പെയ്തൊക്കെ കംപ്ലീറ്റ് ചരല് മെയിൻ റോഡിലേക്ക് വരും. മെയിൻ റോഡിലേക്ക് വരുമ്പോ കംപ്ലീറ്റ് സാധനം ആൾക്കാരോട് ഇടിഞ്ഞു പിടിഞ്ഞ് 2 വീലർക്കാരോ കാറുകാരോട് ഒക്കെ ഇടിഞ്ഞു പിടിഞ്ഞ് റോഡിലേക്ക് പോരണേ. കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലമാണ് ഇത്. ഉറപ്പായി നമുക്കത് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കൊടുങ്ങല്ലൂർ മാള റൂട്ടിൽ ഒരു പഞ്ചായത്ത് റോഡ് തകർന്നു കിടക്കുകയാണ്. വലിയ അപകടം അവിടെ ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉറപ്പായും നമുക്ക് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് റിപ്പോർട്ടായി ഒരിക്കൽ അവതരിപ്പിക്കുകയും ചെയ്യാം. ആ ഘട്ടത്തിൽ നമുക്ക് നോക്കാം അതിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ കഴിയുമോ. റോഡുകളുടെ കാര്യം സൂചിപ്പിച്ച് പലരും പല മേഖലയിലെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജോയി പറയുകയാണ്, കുറുക്കഞ്ചേരി റോഡ് വലിയ അപകടത്തിലാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കോൺക്രീറ്റിനടിയിൽ അത് പൊട്ടിച്ചു മാറ്റണം എന്ന് അദ്ദേഹം പറയുകയാണ്. KSEBക്കെതിരെ കൺസ്യൂമർ കോർട്ടിന് പരാതി നൽകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ഏത് വിഷയത്തിലാണെന്നറിയില്ല, സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ റോഡ് നന്നായി കിടന്നാലും അപകടം ഉണ്ടാവും, റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടന്നാലും അപകടം ഉണ്ടാവും. അപ്പോൾ വാഹനം ഓടിക്കുന്നവരല്ലേ കുറ്റക്കാരെന്ന് അനോരെ ആണ് ചോദിക്കുന്നത്. വാഹനം ഓടിക്കുന്നവരുടെ ഭാഗത്തും ചിലപ്പോൾ പ്രശ്നമുണ്ടാകാം, റോഡും പ്രശ്നമുണ്ട്. പലതരത്തിലാണല്ലോ റോഡ് അപകടങ്ങളുടെ കാരണങ്ങൾ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കണം. സുരക്ഷിത യാത്രയാണ് പ്രധാനം. എറണാകുളം വല്ലാർപാടത്ത് കണ്ടെയ്നർ ലോറി ഡ്രൈവേഴ്സ് നേരിടുന്നത് കടുത്ത തൊഴിൽ ചൂഷണം. സർക്കാർ നിർദ്ദേശിച്ച വേതന പരിഷ്കാരങ്ങൾ ലംഘിക്കുന്നു എന്നാണ് ആക്ഷേപം. കുറഞ്ഞ ശമ്പളത്തിന് തമിഴ്നാട്ടിൽ നിന്നും ഡ്രൈവേഴ്സിനെ എത്തിച്ചുകൊണ്ടും ചൂഷണം തുടരുകയാണ്. കൊച്ചി തുറമുഖത്തെത്തുന്ന ചരക്കുകൾ നാടിന്റെ പല ഭാഗത്തെത്തുവാൻ നടുവൊടിഞ്ഞും പണിയെടുക്കുന്ന ഡ്രൈവർമാർ അവരുടെ അന്നത്തിൽ കൈയിട്ട് വാരുകയാണ് ചില കോർപ്പറേറ്റ് കമ്പനികൾ. അവർക്കെതിരെയാണ് ഇന്ന് ഇവരുടെ പ്രതിഷേധം.
ഈ നിൽക്കുന്നതിൽ ഭൂരിഭാഗം പേരും വർഷങ്ങളായി വല്ലാർപാടത്ത് ചരക്ക് ഗതാഗത നീക്കത്തിന് വളയം പിടിക്കുന്നവരാണ്. തുടക്കകാലത്തെന്ന പോലെ ഇപ്പോഴും ഇവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ ദുരിതപൂർണമാണ്. അതാണ് സർക്കാർ നിർദ്ദേശിച്ച ബാറ്റ സംവിധാനം അട്ടിമറിക്കുന്ന കോസ്റ്റൽ മേഖലയിലെ കുത്തക ഷിപ്പിംഗ് ട്രാൻസ്പോർട്ട് കമ്പനികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഇവരെ നിർബന്ധിച്ചത്. നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കാർ നിശ്ചയിച്ചൊരു വാടക സിസ്റ്റവും ഉണ്ട്. അതായത് ഒരു ഡ്രൈവറിനും ആ വണ്ടിയിലോടുന്ന ക്ലീനറിനും ഇത്ര രൂപ, ഇത്ര പെർസെൻറ്റേജ് ശതമാനം, അതായത് ഓരോ വാടക അടിസ്ഥാനമാക്കി ഇത്ര പെർസെൻറ്റേജ് നമുക്ക് അതിൻ്റെ വേതനം തരാമെന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. സർക്കാർ അംഗീകരിച്ചൊരു വ്യവസ്ഥയുണ്ട്. അത് നിലവിൽ ഇവിടെ കിട്ടുന്നില്ല. പല യൂണിയനുകളിൽപ്പെട്ടവരാണ് ഒന്നിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത്. പ്രതിഷേധത്തെ ചെറുക്കാൻ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇറക്കി ചരക്ക് നീക്കുകയാണ് കമ്പനികൾ. വല്ലാർപാടം എക്കണോമിക് സോണിൽ അന്യസംസ്ഥാന തൊഴിലാളികളും മലയാളികളും തമ്മിലുള്ള വാക്കേറ്റങ്ങളും സംഘർഷങ്ങളും പതിവ് കഥയാണ്. സമരങ്ങളും നിവേദനങ്ങളും നിയമപോരാട്ടങ്ങളും പലവട്ടം കഴിഞ്ഞു. പരിഹാരമില്ലെങ്കിലും ജീവനോപാധിയായ ഈ തൊഴിൽ തന്നെ തുടരുക എന്ന ഒറ്റ മാർഗം മാത്രമേ ഇവർക്ക് മുന്നിലുള്ളൂ. ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ഗതികേടിനെ മുതലാക്കുകയാണ് കമ്പനികൾ. കമ്പനി അധികൃതരുമായിട്ട് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളുമായിട്ട് ചർച്ച നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അതിനുശേഷം 4 മാസമായിട്ടും ഈ ലിസ്റ്റിന് ഇതുവരെ പ്രാബല്യത്തിൽ വരുത്താൻ അവർ തയ്യാറായിട്ടില്ല. ലേബർ കമ്മീഷണർക്ക് മുൻപിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ബാറ്റ പരിഷ്കരണം കമ്പനി ഉടമകൾ സംയുക്തമായി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അതിതുവരെയും പ്രാബല്യത്തിൽ വന്നിട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തങ്ങൾ നേരിടുന്ന തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെയുള്ള ഈ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതിഷേധം അത് ആരുടെയും ഔദാര്യം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. സർക്കാർ നിശ്ചയിച്ച കൃത്യമായ ബാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിവരുടെ അവകാശമാണ്. BS രാഹുലിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഡ്രൈവേഴ്സ് പറയുന്നത് നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ്. പല യൂണിയനുകളിൽപ്പെട്ടവർ ഇപ്പോൾ ഒരുമിച്ച് അവരുടെ അവകാശങ്ങൾക്കായി അവിടെ ശബ്ദമുയർത്തുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾക്കാണ്. ഇത് സമരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബാറ്റ യൂണിയൻ അംഗീകരിച്ച് ബാറ്റ കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ ഈ വല്ലാർപാടം സ്റ്റാർട്ടിങ് മുതലേ കണ്ടെയ്നർ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ അന്ന് കിട്ടുന്ന ശമ്പളം പോലും നമുക്ക് ഇന്ന് തരുന്നില്ല. പല കുത്തക കമ്പനികളും അവർക്ക് തോന്നിയ ശമ്പളമാണ് നൽകുന്നത്. അതിന് ഇവിടെ ഇല്ലാത്ത ആളുകളെ വിളിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ആളുകളെ ഇറക്കിയിട്ടാണ് വണ്ടി ഓടിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളെ വിഘടിപ്പിക്കുകയാണ് പല രീതിയിൽ. ഞങ്ങൾക്ക് ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു ലിസ്റ്റ് ബാറ്റ തരാതെ ശതമാനം കണക്കാക്കിയിട്ടും 10ഉം 12ഉം എന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഉപജീവനമാർഗം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ശരിക്കും ചെയ്യുന്നത്. ബാറ്റയുടെ പ്രശ്നം ഞങ്ങൾക്കല്ല, പല മുതലാളിമാരും അങ്ങനെ ഉണ്ട്. ജെ വ്ളോഗ്സ് എന്ന ഐഡിയയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. റോഡ് മാത്രം മതിയോ, കാൽനടയാത്രക്കാരുടെ കാര്യം, ഫുട്പാത്തിൻ്റെ കാര്യം പറയണ്ടേ? ഉറപ്പായും കാൽനടയാത്രക്കാർക്കും റോഡിൽ അവകാശമുണ്ട്. നല്ല ഫുട്പാത്തിലൂടെ അവർക്ക് നടന്നു പോകാൻ കഴിയണം. അതും ഈ ഘട്ടത്തിൽ ഉയർന്നു വരേണ്ടതാണ്. പലരും ആ വിഷയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ മദ്യം ആണ് റോഡ് അപകടങ്ങൾക്ക് കാരണമെന്നും പലരും പറയുന്നുണ്ട്. അപ്പം ജോസ്വിൻ പറയുകയാണ് മദ്യനിരോധനം ഉണ്ടായാൽ അപകടം പകുതി കുറയുമെന്നത്. നോക്കാം നമുക്കപ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണ് അപകടത്തിന് കാരണമാകുന്നത്, അതൊക്കെ ഇല്ലാതാക്കുകയും വേണം. ചില പ്രശ്നങ്ങൾ കൺമുന്നിൽ നടന്നാലും പലരുടെയും കണ്ണ് അങ്ങോട്ട് എത്തില്ല. പൊതുജനം അപ്പോൾ ഇങ്ങനെ ഉറക്കെ പറയും, കണ്ണുണ്ടായാൽ പോര സാർ. ഫുട്ബോൾ ടൂർണമെന്റ് കാണാനെത്തിയ മന്ത്രിയോട് ആൾക്കൂട്ടം റോഡ് ശരിയാക്കി തരാൻ വിളിച്ചു പറഞ്ഞു. ഗതികെട്ടാൽ പിന്നെ എന്തു വഴിയെന്നാണ് കൂവൽ പ്രതിഷേധക്കാർ പറയുന്നത്. പാലക്കാട് തൃത്താലയിലാണ് ഈ സംഭവം. മന്ത്രി MB രാജേഷിനോടാണ് ആൾക്കൂട്ടം തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. മന്ത്രി റോഡ് 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 ശരിയാക്കി തരൂ. 1ഉം 2ഉമല്ല, പല കുറി ആവശ്യപ്പെട്ടു. മന്ത്രി കണ്ട ഭാവം നടിച്ചില്ല. ചിലപ്പോൾ കേട്ടിരിക്കാനും വഴിയില്ല. കുറ്റം പറയാനാകില്ല. തൃത്താലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ചടങ്ങിനെത്തിയ MB രാജേഷിനോടാണ് നാട്ടുകാർ റോഡ് നന്നാക്കി തരാൻ
പരസ്യമായി ആവശ്യപ്പെട്ടത്. തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡടക്കം നിലവിൽ തകർന്നു കിടക്കുകയാണ്. അതിന്റെ ടെൻഡർ നടപടിയായെന്ന സാങ്കേതികത്വം പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. യൂത്ത് കോൺഗ്രസ് അടക്കം നിരവധി പ്രതിഷേധങ്ങൾ റോഡിന്റെ പേരിൽ നടത്തിയിട്ടുമുണ്ട്. തൃത്താലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ വളരെ പരിതാപകരമായൊരു സാഹചര്യമാണ്. തൃത്താലയിലെ MLA മന്ത്രിയുമായ MP രാജേഷ് ഈ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനത്തിനൊന്നും ചെയ്യുന്നില്ല. 2021 ഡിസംബർ മാസം അദ്ദേഹം പറഞ്ഞതാണ് തൃത്താല എല്ലാ പ്രധാനപ്പെട്ട റോഡുകൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപ അനുവദിച്ചു എന്ന്. പക്ഷേ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ വല്ലാത്ത പ്രതിഷേധത്തിലാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കെ റോഡിന്റെ കാര്യത്തിൽ മന്ത്രി കൂടിയായിട്ടുള്ള MLA എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാകും. പരസ്യ പ്രതിഷേധത്തിന് ഫലമുണ്ടാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് തൃത്താലക്കാരിപ്പോൾ. 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. സാറേ, റോഡ് എന്ന് പറഞ്ഞത് മന്ത്രി കേട്ടോ ആവോ? കേട്ടെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമായിരിക്കും. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജനം കഴുതയല്ല സാർ ഇവിടെ അവസാനിക്കുകയാണ്.